അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ ഈ ഒരു മഗ്രിബിയോടുകൂടെ പ്രവേശിക്കാൻ പോകുന്നത് വളരെയേറെ ശ്രേഷ്ഠതയുള്ള, വളരെയേറെ മഹത്വങ്ങളുള്ള പുണ്യ മുഹറമിൻ്റെ 9-ാമത്തെ രാവിലേക്കാണ് അല്ലേ? താസുആൻ്റെ രാവിലേക്കാണ്. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട, വളരെയധികം നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യേണ്ട, അതിനു വേണ്ടി ആ ദുആക്ക് പ്രത്യേകമായിട്ട് ഇജാബത്ത് ലഭിക്കാൻ നമ്മൾ ചൊല്ലേണ്ട കുറച്ച് ദിക്റുകൾ ഇൻഷാ അല്ലാഹ് അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പടച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരാൻ പോകുക, നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ പോകുക, നമ്മുടെ കടങ്ങളൊക്കെ തീരാൻ പോകുക. അതിന് വേണ്ട ദിക്റുകൾ, അതിന് വേണ്ട സ്വലാത്തുകൾ, അതിന് വേണ്ട ദുആകൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. ഓൾറെഡി നമുക്കറിയാം, ഈ പുണ്യ 9-ാമത്തെ പകലിൽ നമുക്ക് നോമ്പ് സുന്നത്തുണ്ടല്ലേ? താസുആൻ്റെ പകൽ നമുക്ക് നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോൽക്കണമെന്ന് ആഗ്രഹിച്ച് അവിടുത്തെ ജീവിതത്തിൽ നോൽക്കാൻ കഴിയാതെ പോയ ഒരു നോമ്പും കൂടെയാണ് മുഹറം 9-ൻ്റെ പകലിലെ ആ ഒരു നോമ്പ് എന്നുള്ളത്. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ യഹൂദികൾ അവർ മുഹറം 10-ന് നോമ്പ് നോൽക്കുന്നത് കണ്ടു. ആ സമയത്ത് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോൾ എന്താ ഇന്ന് നോമ്പ് നോൽക്കുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനെയും അനുയായികളെയും ഫിർഔനിൻ്റെയും അതുപോലെ അവൻ്റെ അനുയായികളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ആ ഒരു സ്മരണാർത്ഥം മഹാനായ മൂസാ നബി അലൈഹി സ്വലാം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ നോൽക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുഹറം 10 എന്താക്കി? സുന്നത്താക്കി. എന്നിട്ട് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് എതിരാകാൻ വേണ്ടിയിട്ട്, അവരോട് ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുഹറം 9 നമുക്ക് സുന്നത്താക്കി. ലഇൻ ഇശ്തു ഇലാ ഖാബില്ല അസൂമന്ന താസിയ എന്ന് പറഞ്ഞത്, ഞാൻ അടുത്ത മുഹറം 9-ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹറം 9-ഉം ഞാൻ നോൽക്കും, 9-ഉം 10-ഉം കൂടെ നോൽക്കും എന്ന രീതിയിൽ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ മുഹറം 9 നമ്മൾ നോമ്പ് നോക്കൽ സുന്നത്താണ്, 10-ഉം സുന്നത്താണ്. ഈ നീയത്ത് നമുക്കറിയാലോ അല്ലേ? നാളെ അഥവാ വ്യാഴാഴ്ച മുഹറം 9-ന് നമ്മൾ നോമ്പ് നോക്കുകയാണെങ്കിൽ 4 നോമ്പിൻ്റെ കൂലി കിട്ടും. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും, ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തത്, റമദാനിൽ നമുക്ക് വല്ല നോമ്പും ഖളാ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് കരുതുക, റമദാനിൽ ഖളാ ആയ നോമ്പ് എന്ന് കരുതുക. അതുപോലെ രണ്ടാമത്തത് മുഹറം 9-ൻ്റെ നോമ്പ് എന്ന് കരുതുക. മൂന്നാമത്തത് തിങ്കളും വ്യാഴം നമുക്ക് നോമ്പ് സുന്നത്താണല്ലോ, നാളെ വ്യാഴാണല്ലോ, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് എന്ന് കരുതുക. നാലാമത്തത് മുഹറമിൽ നിന്നുള്ളൊരു നോമ്പ് എന്ന് കരുതുക. മുഹറം മാസം നമുക്ക് നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അഫ്ളലു സിയാമി ബഅദ റമദാൻ ശഹ്റുല്ലാഹിൽ മുഹറം, റമദാൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസം മുഹറം മാസമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സുന്നത്ത് നമ്മൾ കരുതുക. ഇങ്ങനെ ഒരു വെടിക്ക് 4 പക്ഷിയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതൊന്നും പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ചില ദിക്റുകളും അതുപോലെ തന്നെ ചില എന്താ പറയുക ഇസ്മുകളൊക്കെയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ പുണ്യ രാവിലും അതുപോലെ പകലുകളിലുമൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദിക്റ്, ഒന്നാമത്തത് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളതാണ്. ധാരാളമായിട്ട് നമുക്ക് കഴിയുന്നത്ര ചൊല്ലുക. അതുപോലെ തന്നെ രണ്ടാമത്തത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് നമ്മൾ വർദ്ധിപ്പിക്കണം. വലിയ പവറുള്ളൊരു ദിക്റാണ്. ഏത് പ്രയാസങ്ങളും ഏത് ദുഃഖങ്ങളും പൂർണ്ണമായിട്ടും അതിൻ്റെ കെട്ടുകളൊക്കെ പൊട്ടിച്ച് നമുക്ക് രക്ഷ നൽകാൻ പവറുള്ള ഒരു ദിക്റാണ്. യൂനുസ് നബി അലൈഹി സ്വലാം ആ മത്സ്യവയറ്റിൽ കടന്ന് ചൊല്ലിയ ദിക്റാണ്. അപ്പോൾ ഇതിൻ്റെ പവർ എത്രയെന്ന് നിങ്ങൾക്ക് വാക്കി ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. അതുപോലെ മറ്റൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നമ്മൾ വല്ലാണ്ട് അധികരിപ്പിക്കണം. അതുപോലെ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ല, അതുപോലെ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഇതും വല്ലാത്ത പവറുള്ളതാണ്. ജസ്റ്റ് ഹസ്ബി അല്ലാഹ് എന്നെങ്കിലും നമ്മൾ പരമാവധി ചൊല്ലാൻ ശ്രമിക്കുക. വഫഖനല്ലാഹ്, അല്ലാഹ് തൗഫീക്ക് നൽകട്ടെ. ഇതൊക്കെ ചൊല്ലിയിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഉയർത്തിയ കരങ്ങളുണ്ടല്ലോ, ഒരിക്കലും അത് തട്ടൂല കേട്ടോ. ആ ഒരു ബേജാറും നിങ്ങൾക്ക് വേണ്ട. പടച്ച റബ്ബ് തട്ടൂല. അതിലൂടെ നമുക്ക് പടച്ച റബ്ബ് കബൂലിയത്തിട്ട് തരും. അതിലൂടെ പടച്ച റബ്ബ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും, ബുദ്ധിമുട്ടുകൾ അകറ്റി തരും. കടങ്ങൾ കൊണ്ട്, ലോണുകൾ കൊണ്ട്, കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട്, ബിസിനസ്സിലെ തകർച്ച കൊണ്ട്, അതുപോലെ മാനസിക പ്രയാസങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പടച്ച റബ്ബ് നീക്കിത്തരും. ഉറപ്പോടെ യഖീനോടുകൂടെ ഇതൊക്കെ ചൊല്ലുക, ദുആ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വഫഖനല്ലാഹ്. എന്താണെങ്കിലും നിങ്ങളെ വിലയേറിയ ദുആകളിൽ ഈ പാപിയെയും മറ്റു എല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തുക.
എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. നമ്മുടെ ദുആകളിൽ ഒരിക്കലും പടച്ചോനെ എൻ്റെ കാര്യം, എൻ്റെ പെണ്ണുങ്ങളുടെ കാര്യം, എൻ്റെ കുട്ടിൻ്റെ കാര്യം എന്നല്ല നമ്മൾ പറയേണ്ടത്. ശരിക്കും പടച്ചോനെ മുഅ്മിനീങ്ങളെ സഹായിക്കണേ പടച്ചോനെ, മുഅ്മിനീങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റണേ പടച്ചോനെ, മുഅ്മിനീങ്ങളുടെ കടങ്ങൾ ഏറ്റെടുക്കണേ പടച്ചോനെ. അതുപോലെ മുഅ്മിനീങ്ങളിൽ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ പടച്ചോനെ. മുഅ്മിനീങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കണേ പടച്ചോനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇങ്ങനെയൊക്കെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളുടെ ദുആകളിൽ ആദ്യം നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. എന്നിട്ട് അവസാനം നമ്മൾ പറയേണ്ടത് എന്താ? പടച്ചോനെ, ആ മുഅ്മിനീങ്ങളിൽ, ആ സത്യവിശ്വാസികളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും ഒക്കെ നീ ഉൾപ്പെടുത്തി തരണേ പടച്ചോനെ എന്ന് പറയുമ്പോൾ ശരിക്കും പടച്ച റബ്ബ് തോറ്റുപോകും. കാരണം എന്താണ് ആ വാക്കൊന്ന് ആലോചിച്ച് നോക്കി. ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്? ഓൻ്റെ കാര്യമല്ല പറയുന്നത്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൻ്റെ ആഗ്രഹവും പടച്ച റബ്ബ് സാധിപ്പിച്ചു കൊടുക്കും. അത് വെറുതെ ആവില്ല. ഇങ്ങനെയാണ് ശരിക്കും ദുആഇൻ്റെ ആ ഒരു മെത്തേഡ്. അള്ളാഹ് നമുക്ക് ഖൈറ് മനസ്സിലാക്കാൻ, ഖൈറ് പഠിക്കാൻ, ഖൈറ് ഉൾക്കൊള്ളാൻ, ഖൈറ് ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകട്ടെ. ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.